ഹായ്, എൻ്റെ പേര് പ്രീജോ. ഞാൻ UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് NHS. അപ്പോൾ അവിടെ വെച്ചുള്ള ചെറിയൊരു വീഴ്ചയിൽ കാലിന് സ്വെല്ലിങ് വന്ന് ഇമ്മീഡിയറ്റായിട്ട് അവിടുത്തെ എമർജൻസിയിൽ ഞാൻ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ ലിഗമെൻ്റ് ഇഞ്ചുറി ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിനുശേഷം പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് സമയം കളയുന്നതിൽ ഭേദം നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന്. അപ്പോൾ ചാലക്കുടിയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അജയ് കുമാറിനെ മീറ്റ് ചെയ്യാനുള്ളൊരു സജഷനാണ് ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞത്. പിന്നെ അവിടുത്തെ സമയം കളഞ്ഞില്ല, നേരിട്ട് വന്നു. MRIയും CT ഒക്കെ ചെയ്ത് അതിൽ ഫുൾ തിക്നെസ് ടിയർ ഉണ്ടെന്നാണ് പറഞ്ഞ ACLന്. അപ്പോൾ ACL റീകൺസ്ട്രക്ഷൻ വേണമെന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തു. ആദ്യം ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെ പ്രോപ്പറായിട്ടുള്ള കൗൺസിലിങ്ങും അഡ്വൈസൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്തായാലും അത് ചെയ്യാനുള്ളതാണ്, ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എടുത്തു. പിന്നെ ഇമ്മീഡിയറ്റായിട്ട് സർജറി ചെയ്തു. ഇന്നെൻ്റെ 4ാമത്തെ ആഴ്ചയാണ്. അപ്പോൾ ഒരാഴ്ചയിൽ തന്നെ 90 ഡിഗ്രി ആംഗിളിൽ കാല് എലിവേറ്റ് ചെയ്യാൻ അതിനൊക്കെ സാധിച്ചു. റിക്കവറിയും കാര്യങ്ങളൊക്കെ ഒത്തിരി ഫാസ്റ്റായിട്ട് ആണ്. അതിനനുസരിച്ച് കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഡോക്ടേഴ്സും അവരുടെ ടീമും പറഞ്ഞിരുന്നു. അത് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. തിരിച്ചു പോകാനുള്ള കാര്യങ്ങളിലോട്ട് വരെത്തി. ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ഇമ്മീഡിയറ്റായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ സർജറിയോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വരുന്നതിൽ ഒത്തിരി റിക്കവറി ടൈം എടുക്കുകയോ ഇല്ലയോ, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊന്നും വറി ചെയ്യേണ്ട കാര്യങ്ങളോ ആവശ്യങ്ങളില്ല. ഡോക്ടറും അവരുടെ ക്രൂവും നമ്മൾ സഹായിക്കാനുണ്ട്. പിന്നെ നഴ്സിംഗ് കെയർ എല്ലാം നമ്മൾ വിചാരിക്കുന്ന രീതിയിലും വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഇതാണ്. ക്വാളിറ്റി ഓഫ് കെയറും പേഴ്സണൽ സെൻറ്റേർഡ് അപ്രോച്ചൊക്കെ ഇവിടെ നമുക്ക് വേണ്ട രീതിയിലുണ്ട്. അപ്പോൾ ഫിസിക്കലി മെൻ്റലി ആയിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇതിനനുസരിച്ച് ഡോക്ടർ അജയ് കുമാർ ആൻഡ് ടീമിന് ഒത്തിരി താങ്ക്സ്. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകട്ടെ. അതുപോലെ തന്നെ എൻ്റെ ഈ ടെസ്റ്റ് മണി മറ്റുള്ളവർക്കും ഒത്തിരി ഉപകാരമാണെന്ന് ഞാൻ കരുതുന്നു. നമസ്തേ, ഞാൻ ഡോക്ടർ അജയ് കുമാർ, സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജറി, അപ്പോളോ അറ്റ്ലറ്റ്സ് ഹോസ്പിറ്റൽ. പ്രീജോ പോൾ UK വർക്ക് ചെയ്യുന്ന നേഴ്സായിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് വീണിട്ട് ഇഞ്ചുറി ഉണ്ടായിട്ട് ലിഗമെൻറ്റ് ടയർ ആണെന്ന് അവരവിടെ ഡയഗ്നോസ് ചെയ്തു. ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ് ടയർ മുട്ടിന്. അപ്പോൾ UK ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ നാൾ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്. ഒരുപാട് ഇഞ്ചുറീസ് ഉള്ളതുകൊണ്ട് അവിടെ നാഷണൽ ഹെൽത്ത് സിസ്റ്റത്തിൽ ഇച്ചിരി ബാക്ക്ലോഗ് ഉള്ളതുകൊണ്ട് ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യണം സർജറിക്ക് വേണ്ടി. അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയല്ലാത്തത് കൊണ്ടും നാട് ഇവിടെ അടുത്തായതുകൊണ്ടും ചാലക്കുടിയിലായതുകൊണ്ടും അദ്ദേഹം നേരെ ഫ്ലൈറ്റിലേക്ക് എത്തി. അപ്പം വന്നിട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ വന്ന് കൺസൾട്ട് ചെയ്തു. അപ്പം നമ്മളത് വീണ്ടും MRI ചെയ്ത് അത് ലിഗമെൻ്റ് ഇഞ്ചുറി എത്രമാത്രം ഉണ്ടെന്ന് ക്വാണ്ടിറ്റേറ്റ് ചെയ്തു. MRI ടെസ്റ്റിൽ നമുക്കിത് കംപ്ലീറ്റ് ലിഗമെൻ്റ് ടയർ ആണെന്ന് മനസ്സിലായി. ക്ലിനിക്കലിയും അങ്ങനെ തന്നെയായിരുന്നു, കംപ്ലീറ്റ് ലിഗമെൻ്റ് ടയറിൻ്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ് റീകൺസ്ട്രക്ട് ചെയ്യാം എന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ മുട്ടിൻ്റെ മോഡല്. ഇത് മെനിസ്കസ് എന്ന് പറയും. ഇത് ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ്, ഇത് പോസ്റ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ്, ഇത് കൊളാറ്ററൽ ലിഗമെൻറ്റ്സ്. അപ്പോൾ ഈ ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ് പോയി കഴിഞ്ഞാൽ മുട്ട് വളരെ അൺസ്റ്റേബിൾ ആവും, ഇങ്ങനെ ഇളകാൻ തുടങ്ങും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നോർമൽ ആക്ടിവിറ്റീസൊക്കെ വളരെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഈ ലിഗമെൻറ്റ് റീകൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇത് ചെയ്തില്ലെങ്കിൽ മുട്ടിനകത്തുള്ള കാർട്ടിലേജ് കെയറോടായിപ്പോയി പെട്ടെന്ന് തന്നെ തേയ്മാനം വരുവാനും ഉണ്ടാവും, കാലിൻ്റെ മസിൽസൊക്കെ ശോഷിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് പ്രിജോ ഒരു നേഴ്സായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാമായിരുന്നതുകൊണ്ട് ഉടനെ തന്നെ ഓപ്പറേഷന് വേണ്ടി വില്ലിങ് ആവുമായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ് കീഹോൾ സർജറി വഴി, ആർത്രോസ്കോപ്പി വഴി ചെറിയ ഇൻസിഷനോട് കൂടി അത് റീകൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഇത് റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കീഹോൾ സർജറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെയിൻ വളരെ കുറവായിരിക്കും. ചെറിയ ഇൻസിഷനിൽ കൂടെ ചെയ്യുന്നത് കൊണ്ട് പെയിൻ കുറവായിരിക്കും. ഉടനെ തന്നെ പേഷ്യൻറ്റിനെ മൊബിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലിഗമെൻറ്റ് റീകൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി കൊടുത്ത് പേഷ്യൻറ്റിനെ ബാക്ക് ടു നോർമൽ ആക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോൾ നമുക്ക് ഒരു നല്ല ടീമുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന് നല്ല മൂവ്മെൻറ്റ് കിട്ടുകയും പെയിൻ ഫ്രീ ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടുകയും ഉടനെ തന്നെ പെട്ടെന്ന് റിക്കവറായി ഒരു 4 to 6 വീക്സിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ ബാക്ക് ടു UK വിടാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടായി. അദ്ദേഹം അതിൽ വളരെ ഞങ്ങളുടെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടിൽ അപ്പോളോ ടെക്സിൻ്റെ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് വളരെ സാറ്റിസ്ഫൈഡ് ആണെന്ന് അദ്ദേഹത്തിൻ്റെ ഈ ടെസ്റ്റ് മോണിയിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു.